ഹായ് ഗായ്സ്, ഇന്ന് ഞങ്ങൾ ഫ്രഷ് കോയിൽ പോയായിരുന്നു. അപ്പോൾ ഞങ്ങൾ അവിടെ ഒരു ജാപ്പനീസ് മോച്ചി കണ്ടു. തുറക്കാൻ പോവാണേ. ഇതാണ് സംഭവം. 9 എണ്ണം ഉണ്ട് ഇതിനകത്ത്. ഇതിപ്പോൾ നല്ല ഫ്രീസായിട്ടിരിക്കാമെന്ന് തോന്നുന്നു. 20 മിനിറ്റ് മുമ്പ് പുറത്ത് വെക്കണം. ഞങ്ങൾ ഇതിനകത്തുനിന്ന് വായിച്ച് നോക്കിയിട്ട് പറയാവേ. A few moments later. Two hours later. എന്താന്ന് ചോദിച്ചതാ? അതൊക്കെ ഒന്നും കൊടുത്തിട്ടില്ല. ആ വീഡിയോയിലേക്കകത്ത് അവള് പറയുന്നുണ്ട് ഇന്നലെ കഴിക്കാൻ സുഖമുണ്ടായിരുന്നു. എന്തായാലും നമുക്കൊരു കാര്യം ചെയ്യാം. ഫസ്റ്റ് ഇപ്പോൾ ഒരെണ്ണം ട്രൈ ചെയ്ത് നോക്കാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് 20 സെക്കൻഡ് പുറത്ത് വെക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് പുറത്ത് വെച്ചിട്ട് ട്രൈ ചെയ്യാം. എന്തായാലും ഒരെണ്ണം നമുക്ക് ഫസ്റ്റ് കഴിച്ച് നോക്കാം. ഞാൻ അതിനകത്തുനിന്ന് 3 എണ്ണം മാത്രമേ എടുത്തിട്ടുണ്ട്. ഓപ്പൺ ചെയ്ത് നോക്കാം. ഇതാണ് സാധനം. അയ്യോ, തൊട്ട ബബിളി മാതിരി ഇരിക്കുക. ആണ് ഞാൻ തൊട്ടിട്ട് ജിഗിളി മാതിരി ഇരിക്കുക. അയ്യോ നല്ല സോഫ്റ്റാ ഇത് കേട്ടോ. നമുക്ക് ടേസ്റ്റ് ചെയ്യാം. എനിക്കിതിന്റെ ടേസ്റ്റ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന പോലെയാണോ? ഇത് ഒരുപാട് ഷുഗർ ഇല്ല. ഒരു നല്ല ഷുഗർ കുറവുണ്ട്. നമ്മളൊരു എക്സ്പെക്ട് ചെയ്യുന്ന ഷുഗർ ഇല്ല. വായിലിടുമ്പോൾ അലിഞ്ഞു പോകുന്നുണ്ട്. പുറത്തൊരു ജെല്ലി ടെക്സ്ചറും. ആക്ച്വലി ഇതിൻ്റെ അകത്ത് ഈ കാണുന്നത് സ്ട്രോബെറി ഐസ്ക്രീമാണ്. കൊള്ളാം. പറ. നമ്മൾ ഇതിൻ്റെ പുറത്ത് ഷുഗർ കോട്ടിംഗ് ഉണ്ടെങ്കിലും നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നൊരു മധുരവേ ഇതിനില്ല. പിന്നെ ഉള്ളിൽ നോർമൽ ഐസ്ക്രീമിൻ്റെ ടേസ്റ്റാണ്. നോർമൽ ഐസ്ക്രീമിൻ്റെ മധുരം ഉണ്ടല്ലോ, അത്രയേ ഉള്ളൂ. ഒരു ഓവർ മധുരമൊന്നും ഇല്ലല്ലേ. കയ്യിൽ എടുത്ത് ആ ശരി, കയ്യെ നമ്മുടെ ഒട്ട് പിടിക്കുന്നുണ്ട് കേട്ടോ. അതെ, സ്റ്റിക്ക് ചെയ്യാം. ജോസിന് ഇഷ്ടപ്പെട്ടില്ലെന്ന് തോന്നുന്നു കേട്ടോ. ജോസിനെല്ലാം മധുരത്തിൽ വേണം. ഇത് ജോസിൻ്റെ ഒരു താല്പര്യത്തിന് അനുസരിച്ചുള്ളതല്ല. പക്ഷെ എനിക്ക് പേഴ്സണലി ഭയങ്കര ഇഷ്ടപ്പെട്ടു. വാട്ട് ഈസ് യുവർ ഒപ്പീനിയൻ? അത്രയ്ക്കൊന്നുമില്ല. ജിഗിളിത്ത കൊള്ളാട്ടോ. ഇതിന് ഔട്ട് ഓഫ് 10 ഗോപിക്ക് എത്ര കൊടുക്കും? ഔട്ട് ഓഫ് 10 ഈ ഒരു സ്വീറ്റിന് 4.5. ചേച്ചി? ഞാനൊരു 6 to 7 കൊടുക്കും. ബിക്കോസ് എനിക്ക് ഒരുപാട് ഷുഗർ അത്ര താല്പര്യമില്ല. എനിക്ക് ഓവർ സ്വീറ്റ് ഇഷ്ടമല്ല. അപ്പം ഞാൻ പറയാം, ഇപ്പോൾ ഒരു എക്സാമ്പിൾ, നമ്മൾ ചോറൊക്കെ കഴിച്ച് കഴിഞ്ഞ് എനിക്ക് ചോറ് കഴിച്ച് കഴിഞ്ഞ് മധുരം കഴിക്കാൻ ഭയങ്കര ക്രേവിങ്സ് ഉണ്ട്. അപ്പം എന്നാൽ എനിക്ക് ഒരുപാട്, അതായത് ഇപ്പം ചോറ് കഴിച്ച് കഴിഞ്ഞതിൻ്റെ പുറത്ത് ഒരു ലഡുവോ ജിലേബിയോ ഹൽവയോ അങ്ങനത്തെ ഒരു സ്വീറ്റിനോട് എനിക്ക് താല്പര്യമില്ലാത്ത ഒരാളാണ്. എന്നാൽ എനിക്ക് ചോറ് കഴിച്ച് കഴിഞ്ഞ് ഐസ്ക്രീം തിന്നാൻ ഇഷ്ടമാണ്. അപ്പോൾ അങ്ങനൊരു പേഴ്സൺ ആയതുകൊണ്ട് എനിക്കിത് ഇച്ചിരി ഇഷ്ടപ്പെട്ടു. നമ്മൾ കഴിച്ചെല്ലാം കഴിഞ്ഞിട്ട് ഒരെണ്ണം കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റാണ്. എനിക്കിത് ഇഷ്ടപ്പെട്ടു. പുതിയ എന്തെങ്കിലും വെറൈറ്റി സാധനങ്ങൾ ഇതേപോലെ കിട്ടുകയാണെങ്കിൽ ഞങ്ങൾ കാണിച്ചു തരാം.
കൈയുടെയൊക്കെ അവസ്ഥ നമ്മൾ ഇങ്ങനെ ആയിരിക്കും കേട്ടോ. അത് തിന്നു കഴിയുമ്പോൾ ശരിക്കും പൊടിയുണ്ട് കേട്ടോ, പൊടി. ഞങ്ങളുടെ ഈ കോംബോ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ഞങ്ങൾക്കൊരു ലവ് തരിക, ലവ് തരിക. ഞങ്ങളുടെ ഇതേപോലത്തെ കുറേ കുടുംബശ്രീ വീഡിയോസ് ഞങ്ങൾ അപ്ലോഡ് ചെയ്യാതെ ഞങ്ങളുടെ ഫോണിലുണ്ട്. ഞങ്ങൾ അതെല്ലാം നിങ്ങളിലേക്ക് എത്തിക്കാം. പിന്നെന്താ, One eternity later. അപ്പോൾ വൈൻഡ് അപ്പ് ചെയ്യാം. നിങ്ങൾക്കൊക്കെ ആണെങ്കിൽ ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. ഡു ലൈക്ക്, സബ്സ്ക്രൈബ്, കമൻറ്റ്സ് പ്ലീസ്. എന്തെങ്കിലും തെറ്റുകുറ്റങ്ങളുണ്ടെങ്കിൽ കമൻസിൽ പറയുക. ഞങ്ങളുടെ വീഡിയോ ഷെയർ ചെയ്യുക. അപ്പോൾ ഓക്കെ, ബൈ ഗായ്സ്. ടൈമില്ല, വിശക്കുന്നു.